14-ാമത്തെ ആയത്ത് മുതൽ അടുത്ത പേജാണ്ട് ഓതുക 40 ആയത്ത് വരെ അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا في السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان എത്ര പോരെ? പിന്നെ ആ പേജ് കഴിഞ്ഞില്ലേ? ആ പേജ് കഴിഞ്ഞു. ഞങ്ങൾ അതിലൊക്കെ ഇതുകൊണ്ട് കഴിഞ്ഞ് ഒരായത്തുള്ളൂ. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസിഹി വൽഅഖദാം. അപ്പൊ നമുക്കിതിന് ഇനിയുള്ള 30 ആയത്തുകൾ ഒരായത്താണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ സൂറത്തിലെ 31 തവണയാണ് ആ ആയത്ത് ആവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഓരോ ആയത്തിനെ ഇങ്ങനെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പലതരത്തിലുള്ള നിഅമത്തുകൾ നമുക്ക് നൽകിയത് അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ചിട്ടാണ്. ഇനി എന്താണ്, ഇതിലേതാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? ആലാ എന്ന് പറഞ്ഞാൽ നിഅമത്തുകളുടെ അർത്ഥം അനുഗ്രഹങ്ങൾ. അത് നമ്മൾ പറഞ്ഞുതരാം.
ഖുർആൻ മനുഷ്യനും ജിന്നുകൾക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്നൊരായത്ത് തന്നെ ഉണ്ട് ഇതില്. അപ്പൊ ഇതില് ഒന്ന് അങ്ങനെയാണ്, നമുക്ക് തന്ന നിഅമത്തുകൾ പറഞ്ഞിട്ടാണ്. പിന്നെ ഒന്ന് പ്രപഞ്ചത്തിലെ ഭൂമിയിലെ ചില അത്ഭുതങ്ങൾ പറഞ്ഞിട്ടാണ്. മറ്റൊന്ന് തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു വികല വിശ്വാസത്തെ പൊളിച്ചടുക്കിക്കൊണ്ടാണ്. ഇനിയൊന്ന് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ശേഷമാണ്. മറ്റൊന്ന് പരലോകത്ത് രണ്ട് വിഭാഗം ആളുകൾ, മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ രണ്ട് വിഭാഗം ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയും അനുഗ്രഹങ്ങളും പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ഇതൊക്കെയും നിഅമത്ത. ശിക്ഷയാണെങ്കിൽ പോലും ആ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ എടുത്തും നന്മയിലെത്തും. അപ്പൊ ശിക്ഷയുണ്ട് എന്ന പേടിപ്പിക്കൽ എന്താണ്? യഥാർത്ഥത്തിൽ ഒരനുഗ്രഹമാണ് അല്ലേ? എപ്പോഴും ഷോപ്പിംഗ് മാത്രം നടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വഴിതെറ്റിപ്പോകാനാണ് സാധ്യത. അപ്പൊ ആ ആയത്തിനി നമ്മൾ പറയില്ല. അതിൽ ആദ്യം വരുന്നത് ഖലഖൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന സ്വല എന്ന് പറഞ്ഞാൽ ചലചല എന്ന് പറയുന്ന മലയാളത്തിൽ ഒരു ചലചല ശബ്ദം ഇങ്ങനെ കേട്ടു എന്ന് പറയുന്നത്, അതാണ്, ആ സ്വരമാണ് സ്വൽസ്വാൽ. ഖലഖൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന, ചലചല ശബ്ദമുണ്ടാകുന്ന മണ്ണാണ് മനുഷ്യന്റെ അടിസ്ഥാന വസ്തു, റോ മെറ്റീരിയൽ, അസംസ്കൃത പദാർത്ഥം എന്നൊക്കെ നമ്മൾ പറയില്ലേ. മനുഷ്യന്റെ അടിസ്ഥാന വസ്തു അതാണ് വെള്ളവും. വഖലഖൽ ജാന്ന, ജിന്നുവർഗമാവട്ടെ അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് മിമ്മാരിജിൻ, ജ്വാലയാണ്, മിന്നാർ, തീയിന്റെ. മനുഷ്യൻ മണ്ണുകൊണ്ടും ജിന്നുവർഗം തീജ്വാല കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ, മലക്കുകൾ പ്രകാശ സൃഷ്ടികളാണ്. വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുവർഗം തീജ്വാല കൊണ്ടുള്ള സൃഷ്ടികളാണ്. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, ആദം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ടല്ലോ, മണ്ണാണ് എന്നർത്ഥം. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, അല്ലേ, നുതുഫത്ത് അംശാജിൻ, പിന്നെ ഹമീമി, അങ്ങനെ അങ്ങനെ പല തരത്തിലാ മണ്ണ് പറഞ്ഞു. മുട്ടിയാൽ അലക്കുന്ന ചെളിമണ്ണ്, പിന്നെ ചുട്ടെടുത്ത കളിമണ്ണ്, അന്നിങ്ങനെ പല രൂപത്തിലുള്ള മണ്ണിന്റെ സവിശേഷതകൾ പറഞ്ഞു. മനുഷ്യൻ ഏകദേശം ആ സ്വഭാവം കാണിക്കാറുമുണ്ട്. എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് കാണാം, ഭൂമിയെ നാം അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ഭൂമി ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും മതിയായതാണല്ലോ. ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിതമാർഗങ്ങൾ കണ്ടെത്താനും സൗകര്യപൂർവ്വം താമസിക്കാനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഭൂമിക്ക് മുകളിലുണ്ട്. മരണപ്പെട്ടവരെ അടക്കി വെച്ച് മണ്ണോട് ചേർക്കാനുള്ള സംവിധാനം മണ്ണിൽ അടിയിലുമുണ്ട് എന്നർത്ഥം. അപ്പൊ നമ്മൾ മണ്ണോട് ചേരേണ്ടവരാണ്, അല്ലേ? ആ മയ്യത്ത് മരവിക്കുമ്പോൾ ഒന്നും പറയുന്നുണ്ടല്ലോ, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും, അല്ലേ? ഈ മണ്ണാണ് നിങ്ങളുടെ പിന്നെ അസംസ്കൃത വസ്തു, അവിടെ നിന്നാണ് നിങ്ങളുടെ തുടക്കം, ഇപ്പൊ നിങ്ങൾ അവിടെ തന്നെ ആയി, അല്ലെ? ഐദാകുന്ന ഇളാമൻ വ റുഫാത്തൻ എന്നൊരിടത്തും ഐദാകുന്ന തുറാബൻ എന്ന് മറ്റൊരിടത്തും. ഞങ്ങൾ എല്ലും നുരുമ്പിപ്പോവുകയും ചെയ്താലും, ഞങ്ങൾ മണ്ണായി മാറിയാലും പിന്നെയും പുറത്തു കൊണ്ടുവരുമോ ജീവനോടെ എന്നൊക്കെ അവിശ്വാസികൾ ചോദിച്ചിരുന്നു.
അപ്പൊ നമ്മൾ മണ്ണായി മാറുന്നു എന്നത് നമ്മൾ മണ്ണുകൊണ്ടുള്ളവരാണ് എന്നതിന്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് മണ്ണിനൊരു പ്രത്യേകത ഉള്ളത് എന്താ? മണ്ണ് ഭൂമിയോളം ക്ഷമയുള്ള മറ്റൊരു പടപ്പ് ഉണ്ടോ? എന്ത് ചെയ്താലും സഹിക്കുകയാണല്ലോ, അല്ലേ? ഭൂമിയെ എന്ത് ചെയ്താലും ഭൂമി അത് താങ്ങാണ്. ഒരു നിവൃത്തിയില്ലാതാവുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ട്. അതാണ് നമ്മളിങ്ങനെ ഒരു തമാശയായിട്ട് പറഞ്ഞാൽ ഈ ഭൂകമ്പം പിളർപ്പും ഒക്കെ ആയിട്ട് വരുന്നത് താങ്ങാൻ നിൽക്കാതെ ആവുമ്പോ അല്ലേ? മനുഷ്യരുടെ മാതൃകകളായ പ്രവാചകന്മാരും ക്ഷമയുടെ പര്യായങ്ങളായിരുന്നു, അല്ലേ? ഭൂമിയോളം ക്ഷമിക്കാം, അതിനപ്പുറത്ത് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ എന്ന് മലയാളത്തിൽ ചൊല്ലു തന്നെയുള്ളൂ. അപ്പോ മനുഷ്യൻ മണ്ണിന്റെ ആ സ്വഭാവം കാണിക്കുമ്പോഴാണ് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു മനുഷ്യരോടൊപ്പം ഉണ്ടാവുക എന്നതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. രണ്ടാമത്തൊരു കാര്യം, ഈ പേര് പറഞ്ഞാണ് ഇബ്ലീസ് പണ്ട് അള്ളാഹുവിനോട് എതിർത്തത്. അസ്ജുദു ലിമൻ ഖലഖത ത്വീന എന്ന്. ഈ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മണ്ണുരുളക്ക് ഞാൻ സുജൂദ് ചെയ്യണം എന്നോ? അന ഖൈറും മിൻഹു, ഞാനാണ് ഇവനേക്കാൾ ഉത്തമൻ. ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ ത്വീൻ, ഞാൻ തീയാണ് ഇവൻ മണ്ണാണ് എന്ന്. അത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയും, ബുദ്ധി മോശമാണ് ആ പറഞ്ഞത്. മണ്ണ് വാരി തീയിന് മുകളിലേക്ക് ഇട്ടാൽ തീ കെട്ടുപോകും എന്ന് ഇബ്ലീസിന് അപ്പൊ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ തീയിനേക്കാൾ ശക്തിയുള്ളതും മറ്റെന്തിനേക്കാളും ക്ഷമയുള്ളതുമായ വസ്തുവാണെന്ത്? മണ്ണ്. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരും എല്ലാം സഹിക്കാൻ കഴിവുള്ളവരുമാണ് മനുഷ്യൻ, അല്ലേ? ഇനി ഒന്ന് വായിച്ചോ കാണി. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതിലേതെങ്കിലും ഒരു നിഅമത്തിനെ ജിന്നുവർഗമേ മനുഷ്യവർഗമേ നിങ്ങൾക്ക് നിഷേധിക്കാൻ, കളവാക്കാൻ കഴിയുന്നു? ഇല്ല പടച്ചോനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അല്ലേ? ഇല്ല പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും നാഥനാകുന്നു, റബ്ബാകുന്നു അല്ലാഹു. രണ്ട് തരത്തിലാണ് വ്യാഖ്യാനം. സൂര്യന്റെ ഉദയസ്ഥാനവും ചന്ദ്രന്റെ ഉദയസ്ഥാനവും, സൂര്യന്റെയും ചന്ദ്രന്റെയും അസ്തമയ സ്ഥാനങ്ങളും എന്നതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, മലയാളത്തിൽ ഉത്തരായനം ദക്ഷിണായനം എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. സൂര്യൻ എന്നും ഒരേ ദിശയിൽ നിന്നല്ല, കിഴക്കു നിന്നാണെങ്കിലും ഒരേ ദിശയിൽ നിന്നല്ല, മാറി രണ്ട് ദിശകളിലാണത്. 6 മാസക്കാലം ഒരു ദിശയിലും 6 മാസക്കാലം മറ്റൊരു ദിശയിലുമാണ്. കിഴക്കു പടിഞ്ഞാറ് തന്നെയാണെങ്കിലും അതിൻ്റെ സഞ്ചാരം അങ്ങനല്ലേ? ഉത്തരായനം എന്നും ദക്ഷിണായനം എന്നുമാണ് പറയുക. അത് രണ്ടിൻ്റെയും അസ്തമയ സ്ഥാനവും വ്യത്യസ്തങ്ങളാണ്. ഇനി ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായൊരു സംഗതി ഞാൻ നേരിട്ട് കണ്ടത് ഞാനൊരു ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, അല്ലേ? പിന്നെ UAE അതിർത്തിയിൽ ഹത്തീഫ് എന്ന ഒരു മലയോരം, അല്ലെങ്കിൽ പിന്നെ ജീവിച്ച ആളുകൾക്ക്, ആ ഭാഗത്ത് ജീവിച്ച ആളുകൾക്കൊക്കെ അതറിയാം. അല്ലെങ്കിൽ നിന്ന് 18 കിലോമീറ്റർ മറ്റാണുള്ളത്. ഹത്തീഫില് അവിടുത്തെ പ്രത്യേകത അസ്തമയം കാണാം എന്നതാണ്. മനോഹരമായ അസ്തമയം, ഒമാനിന്റെ ഒരുപാട് ഭാഗങ്ങൾ കാണാം എന്നതാണ് പ്രത്യേകത. അങ്ങനെ ആ കമ്പത്തിനാണ് പോകുന്നത്. പക്ഷെ എന്റെ മുമ്പിൽ വന്നുപെട്ടൊരു മഹാത്ഭുതം, അസ്തമയം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ പേരക്കുട്ടി ഇറങ്ങി ഓടി. അപ്പൊ അവന്റെ പുറകെ നോക്കുമ്പോ എന്റെ നേരെ ബാക്കിൽ ചന്ദ്രൻ ഉദിച്ചു വരുന്നു. പൂർണ്ണചന്ദ്രൻ എന്റെ പിൻഭാഗത്ത് ഉദിച്ചു വരുന്നു. പൂർണ്ണ സൂര്യൻ മറുഭാഗത്ത് അസ്തമിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇതൊരു അറബിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ അങ്ങനെ തന്നെ അങ്ങോട്ട് സുജൂദിൽ വീണു. അയാളത് ശ്രദ്ധിച്ചില്ല. അയാൾ ഓതിയ ആയത്ത് ഇതാണ്, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ.
ഒന്ന് ഉദിച്ചു വരുന്നു, മറ്റൊന്ന് അസ്തമിക്കുന്നു. ഇതിവിടെ ഉദിച്ചു വരുന്നു, മറ്റതവിടെ അസ്തമിക്കുന്നു. ചന്ദ്രൻ ഉദിച്ചുയരുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. അടുത്ത പകല് സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചു വരുന്നു, ചന്ദ്രൻ ഇവിടെ അവസാനിക്കും. ഒന്നും കിട്ടുന്ന തിരിഞ്ഞാൽ നേരെ മുന്നിലേക്കും പിന്നിലേക്കും നോക്കിയാൽ കാണുന്ന ഒരു സംഗതി. അദ്ദേഹത്തിന്റെ വായിൽ വന്ന ആദ്യത്തെ വചനം സുബ്ഹാനല്ലാഹ് എന്നാണ്. പിന്നീട് അദ്ദേഹം ഓതിയത് റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ. അപ്പൊ ആ ഒരു അത്ഭുത കാഴ്ചയിൽ സാധാരണ നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഉടനടി മൊബൈൽ ഓണാക്കിയിട്ട് അതിന്റെ വീഡിയോ ചെയ്യും. എനിക്ക് ആ ഒരു അത്ഭുത കാഴ്ചയിൽ അതിനു പോലും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ എന്നതിന് പഴയ കാലത്തെ വ്യാഖ്യാനമാണ് ഈ രണ്ടെണ്ണം പറഞ്ഞത്. ഹമാനി മൗലവി ഈ രണ്ട് തഫ്സീറും പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ ഉദയസ്ഥാനവും അസ്തമയ സ്ഥാനവും, ചന്ദ്രന്റെ ഉദയസ്ഥാനവും അസ്തമയ സ്ഥാനവും എന്നും, ഉത്തരായന കാലവും ദക്ഷിണായന കാലവും രണ്ടാണ് എന്നും പിന്നെ മുൻകാല വ്യാഖ്യാതാക്കളെ പിന്നെ എടുത്തുദ്ധരിച്ച് ഹമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു നിഅമത്ത് അതാണ്. ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങൾക്ക് എന്തിനെയെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ റബ്ബിന്റെ നിഅമത്തുകൾ? മറജൽ ബഹ്റൈനി യൽതഖിയാൻ. ഇൽതഖ യൽതഖി എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക, കണ്ടുമുട്ടുക എന്നൊക്കെയാണ് അർത്ഥം. കൂടിക്കലരുക എന്ന അർത്ഥം അതിന് കിട്ടൂല. കൂടിക്കലരുക എന്നല്ല, കൂടിച്ചേരുക, കണ്ടുമുട്ടുക, കൂട്ടിമുട്ടുക. അൽ ബഹ്റൈനി രണ്ടു കടലുകൾ കൂട്ടിമുട്ടുന്നു, അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. മറജ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മർജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇളകി മറിയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട്. ഒന്ന് ഉപ്പുരസമുള്ള വെള്ളം, ഒന്ന് ശുദ്ധരസമുള്ള വെള്ളം. രണ്ടും പരസ്പരം രണ്ടും ഒന്ന് മറ്റേതിനുള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരയടിച്ചു പോകുന്നുണ്ട്. പക്ഷേ ബൈനഹുമാ ബർസഖുൻ, പക്ഷേ ബൈനഹുമാ ബർസഖുൻ, അത് രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട്. ലാ യബ്ഗിയാൻ, ഉപ്പുവെള്ളം ശുദ്ധവെള്ളത്തിലേക്കോ ശുദ്ധവെള്ളം ഉപ്പുവെള്ളത്തിലേക്കോ കലരാതിരിക്കുന്ന ഒരു സംവിധാനമായി ഒരു മറ അവിടെയുണ്ട്. മിറാക്കിൾ ഓഫ് ഖുർആൻ എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി, ഗൂഗിൾ സെർച്ച് ചെയ്യാം, മിറാക്കിൾസ് ഓഫ് ഖുർആൻ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ആ ചിത്രം, അതേപോലെ തന്നെ പുതിയ കാലത്തെ ഡിസ്കവറി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പുറത്തുവിട്ട ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ഭൂമിയിൽ 8 ഇടത്ത് അത്തരം ഒരു അത്ഭുതങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. 8 ഇടത്ത്. അപ്പൊ അതിന്റെ കാണാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, ഈ ശുദ്ധവെള്ളം കടൽ ഉപ്പുവെള്ളത്തിലേക്ക് പോകുമ്പോൾ ഉപ്പുവെള്ളം ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുന്നത് ഇങ്ങനെ ചെന്ന് ഇവിടെ നിൽക്കും. ഈ വര ഇങ്ങനെ കിടക്കുന്നതാണ്. തിരിച്ച് ഇതിങ്ങനെ ഇറങ്ങി വരുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ ഇങ്ങോട്ട് വരും, കൂടും. എന്നിട്ട് ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിങ്ങനെ നീങ്ങും. വല്ലാത്തൊരു സംഭവമാണ്. പണ്ടൊക്കെ അടിച്ചാൽ നമുക്കത് അത്ഭുതം കേട്ടിരിക്കാനേ പറ്റുള്ളൂ എന്നും. ഇപ്പൊ ഈ വെറുതെ കിട്ടണതല്ലേ, ഗൂഗിൾ സെർച്ചൊക്കെ ഉള്ളേ, ഒന്ന് പിടിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഗതികളാണ് അത്. ഗൾഫ് സ്ട്രീം എന്നാണ് അതിന് ഒരു സ്ഥലത്തിന്റെ പേര്. 8 ഇടത്ത് അങ്ങനെയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതി എന്താ അറിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീൻ പിടിക്കാൻ പോലും കടലിറങ്ങിയിട്ടില്ല. നിങ്ങൾ വെച്ചോളി, അങ്ങനെ ഒരു ചരിത്രം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ മഹാസമുദ്രത്തിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എങ്ങനെയായിരിക്കാം? നമ്മളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് കിട്ടേണ്ടുന്നത് എന്താണ്? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാന വസയ്യിൻഹു ഫീ ഖൽബി. അല്ലാഹുവേ, ഈമാനിനെ എൻ്റെ മനസ്സിന് ഇഷ്ടവും അലങ്കാരവുമാക്കി തരണമേ എന്ന്. വകരിഹ് ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹുവേ, നന്ദികേടും വൃത്തികേടും ദൈവധിക്കാരവും എനിക്ക് വെറുപ്പുണ്ടാക്കി തരണമേ. വജഅൽനി മിനർ റാഷിദീൻ, എന്നെ നേർമാർഗത്തിൽ നിലകൊള്ളാൻ തൗഫീഖ് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഇവിടെ നമുക്ക് കിട്ടും. ഏത്?
ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊന്നുമല്ല എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ താഴെന്ന് വരെ എനിക്കൊരാ ഹനീഫാക്കല്ല പറഞ്ഞ് അതെന്ത് വേദഗ്രന്ഥം, അതെന്ത് ദൈവികത, അത് ഇപ്പത്തോളം ചോദിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഈ മഹാത്ഭുതത്തെ കുറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് മീൻ പിടിക്കാൻ പോലും കടലിൽ പോകാത്ത ഒരു മനുഷ്യൻ മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അൽ ബർസഖ് എന്ന് പറഞ്ഞാൽ അസ്സിതുറു അല്ലദി യസ്തുറു ബൈന ശൈഅൈൻ എന്നാണ്. രണ്ട് വസ്തുക്കളെ പരസ്പരം കാണാത്ത കുമ്പം ഇടകലരാത്ത രൂപത്തിൽ മറയ്ക്കുന്ന ഒരു സംവിധാനം എന്നാ പറയാ. നമ്മുടെ ഖബർ ജീവിതത്തിന് ബർസഖിയായ ജീവിതം എന്നാണ് പറയാ, അല്ലേ? ദുനിയാവിനും ആഖിറത്തിനും ഇടയ്ക്കുള്ള ഒരു മറയാണ് അത്. അതിന്റെ അർത്ഥം ആ ദുനിയാവുമല്ല ആഖിറവുമല്ല, രണ്ടിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതാണ് ബർസഖ്. അതുപോലുള്ള ഒരു സംവിധാനം അവിടെയുണ്ട് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ശാസ്ത്രം വലുതായി വരുന്നതിനനുസരിച്ച് ആ സത്യത കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്യുമ്പോഴും ഞാനൊരു മുസൽമാനാണ് എന്നതിൽ എനിക്ക് അഭിമാനം ഇപ്പോഴും തോന്നുന്നില്ല എങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട് നമ്മുടെ ഈമാനിന്. فبأي آلاء ربكما تكذبان. നിഷേധിക്കാൻ കഴിയുമെന്നല്ല ഇപ്പൊ ഇതിന്റെ അർത്ഥം. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നാം നിഷേധിച്ചാണ് എന്നാ പറഞ്ഞു. തെളിയിക്കപ്പെടുകയാണ്, കൂടുതൽ കൂടുതൽ തെളിയാണ്. മുടി വെള്ളത്തിൽ കുടുങ്ങിയാൽ കണ്ടിട്ടില്ല ഞങ്ങളൊരു വര ഉണ്ടാവുന്നത്, അതുപോലെ ഇങ്ങനെ ഒരു സംഗതി ഇങ്ങനെ നമുക്ക് തോന്നും എന്നല്ലാതെ വേറെ യാതൊന്നും അവിടെ ഇല്ല. പക്ഷെ ആ മുടിയുടെ അപ്പുറത്തേക്ക് ഈ വെള്ളം പോകുന്നില്ല, ഇനി ഇപ്പുറത്തേക്ക് മറ്റതും വരുന്നില്ല എന്നത് നമുക്ക് വെറും കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അതിനൊരു പിന്നെ മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പോ യാതൊന്നും വേണ്ട. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. അദ്ദേഹം മനസ്സിൽ തോന്നിയതൊന്നും പറയുകയില്ല. അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് വഹയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഹയാണ്. വഹി എന്താണ്? ഫൽ ഹഖ വൽ ഹഖു അഖൂൽ എന്നാണ്. യാഥാർത്ഥ്യമേ ഞാൻ പറയുകയുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് ലോകം കേട്ടത്. അത് സത്യമാണെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു സ്വഹാബത്ത്. നിങ്ങൾ ആലോചിക്കോളിട്ടോ, ഈ വിഷയത്തിന്റെ ഗൗരവം പോകുന്നത് എവിടുക്കാണ്? നമ്മളെ പ്രാനത്തെ പോലെ പിന്നെ അനിമൽ പ്ലാനറ്റോ പിന്നെ ഡിസ്കവറിയോ അല്ലാതെ മുങ്ങൽ വിദഗ്ധരോ നടുക്കടലിൽ കൂടി സഞ്ചരിച്ച് അതിന്റെ ഉള്ളിൽ എന്താ നോക്കണ പരിപാടിക്കാരോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തില്ല, അല്ലേ? അവർക്കിടയിലേക്ക് ഈ ആയത്ത് വന്നപ്പോ സ്വഹാബികൾ അത് അംഗീകരിക്കാൻ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. അവരെന്തായിരുന്നു അവരുടെ നിലപാട്? അവരുടെ നിലപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അതാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ആലോചന ഇല്ല. അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കാൻ പോയപ്പോഴാണ് നമുക്ക് അടി കുടുങ്ങിയത്, അല്ലേ? അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കാൻ ശീലിപ്പിച്ചത് പിശാചാണ്. അതിൻ്റെ അപ്പുറത്ത് ആലോചന തുടങ്ങിയപ്പോഴാണ് ഈമാനിന് ഇങ്ങനെ കുറവ് 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 വന്നുകൊണ്ടേയിരുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്ന സംഗതി എന്താ പറയുക? ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. ഫഇൻ ആമനു, നബി തങ്ങളെ അങ്ങേക്ക് ശേഷം വരുന്ന ആളുകൾ വിശ്വസിക്കുന്നത് ബിമിസ്ലി മാ ആമൻതും ബിഹി, പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ എങ്ങനെ വിശ്വാസം അർപ്പിച്ചുവോ അങ്ങനെയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർക്ക് ഹിദായത്തിന് അർഹതയുണ്ട്. സുബ്ഹാനല്ലാഹ്.
അല്ലാഹുമ്മ ജഅൽനാ ഹുദാത്തം മുഹ്തദീൻ. അങ്ങനെ നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽനാ ഹുദാത്തം മുഹ്തദീൻ, ഹിദായത്തുള്ളവരും അതിന് അർഹതയുള്ളവരുമായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലേ? അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ ദാലികൽ ഫളലു മിനല്ലാഹ്. അവരുടെ കൂടെ കീടാൻ കിട്ടുക എന്നത് അള്ളാഹുവിന്റെ വല്ലാത്തൊരു നിഅമത്താണ്, ഔദാര്യമാണ്. ഫൈൻ തവല്ലു, അവിടം വിട്ട് സ്വന്തമായിട്ട് ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം വന്നു തുടങ്ങിയാൽ ഇന്നമാഹും ഫിസിക്കാക്ക്, അവർ ഭിന്നിപ്പുണ്ടാക്കാൻ മനസ്സിൽ തീരുമാനിച്ചവരാണ്. ഇത്ര കൃത്യം നോക്കാൻ. അള്ളാഹ്ക്ക് നമ്മളെ മനസ്സിലുള്ള കാര്യം പച്ചക്ക് വിളിച്ചു പറയാൻ പേടിയൊന്നുമില്ലല്ലോ. മിസ്കാത്തിക്ക് പേടിയുണ്ടാവും. നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇവിടെ വേണ്ടാന്ന് അറിഞ്ഞു എന്നൊക്കെ ബേജാറാവാം. പക്ഷെ പഠിച്ചോരാ പേടിയൊന്നുമില്ലല്ലോ. ഫൈന്നമാഹും ഫിസിക്കാക്ക്, അത് ഭിന്നിപ്പിന്റെ ആളുകളാണ്. വിട്ടക്കവരെ അവരുടെ കാര്യം തീരുമാനിക്കാൻ റബ്ബ് മതി. വഹുവ സമീഉൽ അലീം, അവൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, അവൻ ഇതെല്ലാം അറിയുന്നുണ്ട് എന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി കൂട്ടിച്ചേർത്തൊക്കെ വായിക്കുമ്പോഴാണ് സംഗതി ക്ലിയർ ആവുക. ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഭൂമിക്കടിയിലെ കാര്യങ്ങൾ പറയുന്നു, സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ സ്വഹാബികൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, എല്ലാം റബ്ബ് പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവർ പറയും. ആര്? വറാസിഖൂന ഫിൽ ഇൽമ്, അറിവുള്ളവർ. എന്തറിവുള്ളവർ? പരലോകത്ത് രക്ഷപ്പെടാൻ തീരുമാനിച്ചവർ. അവർ പറയും ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. നമുക്കവിടെ നിലപാടുകൾ വേറെ ഇല്ല എന്നർത്ഥം. ഓക്കെ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുമാ, ഈ രണ്ട് കടലുകളിൽ നിന്നും പരസ്പരം കൂട്ടിമുട്ടാതെ ഒഴുകുന്ന ഈ ഉപ്പുവെള്ളത്തിന്റെ കടലിൽ നിന്നും ശുദ്ധവെള്ളത്തിന്റെ കടലിൽ നിന്നും യഖ്റുജു മിൻഹുമാ, അതിൽ നിന്ന് രണ്ടിൽ നിന്നും പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അൽ-ലുഅ്ലുഉ വൽ മർജാൻ, മുത്തും പവിഴവും ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? മുത്തും പവിഴവും ഒക്കെ അവിടെ അതിൻ്റെ ഉള്ളിൽ രണ്ടിൽ നിന്നും കിട്ടുകയും ചെയ്യും. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റിയതായിട്ട് റബ്ബിന്റെ നിഅമത്തുകളിൽ ഉണ്ടോ? മാത്രമല്ല അതിനടിയിൽ മുത്തും പവിഴവും ഒക്കെ ഉണ്ടെങ്കിൽ വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹർ, കടലിൽ കൃത്രിമമായി നിർമ്മിച്ചുണ്ടാക്കിയ ജവാറ് കപ്പലുകൾ, കല്ലഅലാം പർവ്വത സമാനമായ കപ്പലുകൾ സഞ്ചരിക്കുന്നതും അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ടാകുന്നു. അല്ലേ? ആലോചിച്ചോക്കാടി, 20,000 30,000 ടണ്ണ് സാധനങ്ങളുമായിട്ട് കപ്പലുകൾ വെള്ളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ കപ്പല് വെള്ളത്തിൽ മുങ്ങുന്നില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാള് കടലിലേക്ക് ചാടിയാലോ, ഒരു പിന്നെ കല്ലിട്ട് എടുത്തിട്ടാലോ അത് താഴേക്ക് പോകും. ഇതൊട്ട് പോകണില്ല. അപ്പൊ നമ്മൾ പറയാതെ അങ്ങനെ ഉണ്ടായിരുന്നു. മൗലിക്ക് ഫിസിക്സ് അറിയാം, ഫിസിക്സ് ഒക്കെ നമുക്കറിയാം, ഫിസിക്സ് ഒക്കെ നമുക്കറിയാം. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ഞാൻ പിടിച്ചു നിർത്തുന്നതാണ്. അവിടേനാ എന്ന് പറഞ്ഞാൽ ആ കപ്പലിന് അതിന് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള ഊർജതന്ത്രമായ ഫിസിക്സിന്റെ നിയമങ്ങൾ പിന്നീടുണ്ടായതാണ്. ആ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി വെച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. നൂഹ് നബിയുടെ കപ്പലും 8 തട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓടിയത്. ഈ ഫിസിക്സ് അറിയില്ല. നമ്മൾ ആലോചിച്ചോളി, നൂഹ് നബിയുടെ കപ്പൽ ഓടിയത് ഈ ഫിസിക്സ് ഉണ്ടാവുന്ന കാലത്തല്ല. ആണോ? വളരെ മനുഷ്യവംശത്തിന് 20,000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് നരവംശ ശാസ്ത്രകാരന്മാരിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ 20,000-ന്റെ അങ്ങേയറ്റത്ത് ആദം അലൈഹിസ്സലാമും 4,000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നൂഹ് നബി അലൈഹി സ്വലാമുമാണുള്ളത്. അപ്പൊ 16,000 കൊല്ലം മുമ്പ് ഓടിയ കപ്പൽ നമ്മുടെ ഫിസിക്സിന്റെ തിയറി പഠിച്ചുണ്ടാക്കിയതല്ല.
ആണോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന പായ്ക്കപ്പലുകളും അല്ലാത്ത കപ്പലുകളും ഈ ഫിസിക്സിന്റെ തിയറി ആയിരുന്നുവോ? അല്ല. 5000 വർഷത്തിലധികമായ അറേബ്യൻ കച്ചവടക്കാർ കേരളവുമായി ബന്ധപ്പെടുന്നു എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് അല്ലേ? വാസ്കോഡഗാമക്ക് ഇങ്ങോട്ട് വഴി കാണിച്ചത് അഹമ്മദ് ബിൻ മാജിദ് എന്ന അറബിയായിരുന്നു എന്നും അയാൾക്ക് കടൽ സിംഹം എന്ന അന്ന് തന്നെ പേരുണ്ടായിരുന്നു എന്നും അയാൾ സഞ്ചരിച്ചിരുന്നത് പായ്ക്കപ്പലിലായിരുന്നു എന്നും ഇന്ന് കേരള ചരിത്രത്തിൽ പിന്നെ വളരെ വ്യക്തതയോടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഈ ഫിസിക്സ് ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മളെ ബേപ്പൂർ കമ്മിറ്റിക്കാർ ഉരുണ്ടാക്കിയത് ഈ ഫിസിക്സിന്റെ തിയറി പഠിച്ചവരായിരുന്നോ? ആയിരുന്നോ? ബറാമികള് കപ്പലുണ്ടാക്കിയിരുന്നത്, ഉരുണ്ടാക്കിയിരുന്നത്? നമ്മളെ കാക്കകാരനോമാർ ഇവിടുന്ന് കള്ളവണ്ടി കയറിയിട്ട്, കള്ളവണ്ടിയല്ല, കള്ള ലോഞ്ച് കയറിയിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് പോയി അന്നുണ്ടായിരുന്ന ലോഞ്ച് ഈ ഫിസിക്സിന്റെ തിയറി ആയിരുന്നോ? അല്ല. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കല്ലഅലാം. പർവ്വത സമാനം ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾക്ക് സഞ്ചാരയോഗ്യമാക്കി കടലിനെ മാറ്റിയതും അല്ലാഹുവാണ്. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ. കുട്ടികൾക്ക് ഇതൊക്കെ പറയാം, പക്ഷെ നമ്മളിത് രണ്ടറ്റം കണ്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ അല്ലേ? പായ്ക്കപ്പൽ കയറിയിട്ട് കള്ളലോഞ്ച് കയറി പോയിട്ട് പകുതി വൈക്കന്ന് അതാ കിടക്കണ് കരാന്നറിഞ്ഞിട്ട് ചാടി നീന്തിയ ആൾക്കാർ മലപ്പുറത്തില്ലേ? ഉണ്ട്. ഇന്നത്തെ മഹാപൈസക്കാരായി മാറിയ ആളുകൾ അങ്ങനെ നീന്തിയവരല്ലേ പലരും? ഉണ്ട്. അവരോടൊന്ന് ചോദിച്ചാൽ മതി, അന്ന് ഈ ഫിസിക്സിന്റെ തിയറി ഒക്കെ ഉണ്ടായിരുന്നോന്ന്. അന്നൊക്കെ അതൊക്കെ പഠിച്ചിട്ടായിരുന്നതുണ്ട്? അല്ല. ആണോ? അല്ല. നമ്മളെ കടപ്പുറത്തുണ്ടാക്കിയിരുന്ന കുഞ്ഞു തോണികൾ ഫിസിക്സിന്റെ തിയറി പഠിച്ച പിന്നെ മുക്കുവന്മാരുണ്ടാക്കിയത്? അല്ല. അല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിച്ചറിയാനുള്ള നിഅമത്തുകൾ, അടയാളങ്ങൾ അല്ലേ, നമ്മുടെ കൺവട്ടത്ത് ഇങ്ങനെ ചിതറിയിട്ടിരിക്കുകയാണ്, നിരത്തി വെച്ചിരിക്കുകയാണ്. വകം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ഇത് ഖുർആൻ. വകം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി. ആകാശത്തും ഭൂമിയിലും എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. യമുറൂന അലൈഹാ, അതിന്റെ ചുവട്ട് കൂടെ മേലെ കൂടെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വഹും അൻഹാ മുഅ്രിദൂൻ, കണ്ടിട്ട് കാണാത്ത പോലെ, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത പോലെ അവഗണിച്ചാണ് പോകുന്ന ആൾക്കാരാണ് അവര്. അത് നമ്മളെ കുറിച്ച് ആവാൻ പാടില്ലല്ലോ. ആവാൻ പാടില്ല. നമ്മളാരാ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ചുറ്റുപാടുകൾ കാണുമ്പോ അതൊക്കെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ഇതൊന്നും പടച്ചോനെ ഇജ്ജ് വെറുതെ വെച്ചതല്ല എന്നവർക്ക് മനസ്സിലാകും. അതവർ വിളിച്ച് പറഞ്ഞ് നിരോളിക്കും. അവരെ പറ്റിയിട്ട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? ലി ഉലിൽ അൽബാബ്. ആയാത്തിൽ ലി ഉലിൽ അൽബാബ്. അവരാണ് ബുദ്ധിയുള്ളവരെന്നാ. അവരാണ് ബുദ്ധിയുള്ളവർ. എയിംസിലെ പരീക്ഷയ്ക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലെ ഡോക്ടറായി ചേരാനുള്ള ഇന്റർവ്യൂവിൽ റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ഇന്നലെ ഞാനേ അവാർഡ് കൊടുത്തു. നീറ്റില് ആദ്യത്തെ 25 റാങ്കിൽ വന്ന 3 കുട്ടികൾക്കും. അപ്പൊ ഞാൻ അവരോടും 3 പറഞ്ഞത്, അവരുടെ സദസ്സിൽ പറഞ്ഞത് ഈ സംഭവമാണ്. മക്കളെ, ഇതല്ല ബുദ്ധിമാന്മാരുടെ ലക്ഷണം. ഇതിൽ നിന്നൊക്കെ പടച്ചോനെ തിരിച്ചറിയലാണ്. ഇത്രയുമൊക്കെ പഠിച്ച് ഇത്രയും ഉന്നതിയിലെത്തിയിട്ടും നിങ്ങൾക്ക് ഇതിന്നൊരു പടച്ചോനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമാന്മാരല്ല എന്നാ അള്ളാന്റെ തീരുമാനം, പ്രഖ്യാപനം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്
കൃത്യമായി 5 നേരം നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഖുർആൻ ഓതി നല്ലവരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് ഇപ്പൊ അള്ളാഹ് ആര് പറഞ്ഞു എന്ത് പറഞ്ഞത്? ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. ഒരു സ്കൂൾക്ക് പോയില്ല. പോയിക്കണോ? പോയിക്കണേ തന്നെ ഒരു 7ാം ക്ലാസ്സിന്റെ മുമ്പ് നിർത്തിയിട്ടാവിട്ടേക്ക സ്കൂളിൽ പോക്ക്. ഓരാൾക്കാണ് ഇപ്പൊ കൂടുതൽ ബുദ്ധി. കുട്ടികൾക്കല്ല, കുട്ടികൾക്ക് ബിടെക് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, MBA എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ എന്തില്ല, തലമുടി മര്യാദക്ക് വെട്ടണം കഥയൊന്നും പറയില്ല. അതിനെ കുറിച്ച് ആലോചനയില്ല. പെൺകുട്ടികൾ പാന്റ് കേട്ടിക്കൊണ്ടിരിക്കുക വിദ്യാഭ്യാസം കൂട്ടിയതിനനുസരിച്ച് അല്ലേ? ഷർട്ട് മാറ്റി ടീഷർട്ടിലേക്ക് മാറിപ്പോയി അവര്. ആര്? പെൺകുട്ടികൾ. ആൺകുട്ടികൾ ഇപ്പൊ ട്രൗസർ ഇട്ടിട്ട് നടക്കണം. വിവരം വിദ്യാഭ്യാസം കൂടിയവരാ. 10ാം ക്ലാസ്സിൽ തോറ്റൂര് റോട്ടുമ്പക്കത്ത് തുണിയും കുപ്പായിട്ട് മര്യാദ കിടക്കുന്നുണ്ട്. പറയേണ്ടത് പറയണ്ടേ? അപ്പോ നന്നായിട്ടൊന്ന് ആലോചിച്ചോളൂ അല്ലേ? ബുദ്ധിയുടെ ലക്ഷണം മൻ ആറഫ നഫ്സ ഫഖദ് ആറഫ റബ്ബ എന്നാണ്. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിന്റെ ഘടന തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, അനാട്ടമി പഠിച്ചാൽ റബ്ബിനെ പഠിച്ചു എന്നതിന്റെ അർത്ഥം എന്നാ. ഓൻ റബ്ബിനെ കണ്ടു മനസ്സിലാക്കി എന്നതിന്റെ അർത്ഥം. പക്ഷേ ആലോചിച്ചോക്കാൻ എന്താ കഥ? പഠിപ്പും വിവരം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾക്ക് പലർക്കും പള്ളിയോടും പട്ടക്കാരോടും പഠിച്ചവനോടും ദീനിനോടും ഖുറാനോടൊക്കെ പുച്ഛ. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. വലഹുൽ ജബാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലം. കടലിൽ പർവ്വതങ്ങളെ പോലെ ഉയർന്ന് സഞ്ചരിക്കുന്ന കപ്പലുകൾ അള്ളാഹുവിൻ്റെതാകുന്നു. വലഹൂന, അവൻ്റെതാകുന്നു. ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി തന്നെയാണ്. മുങ്ങൂല്ല, പൊട്ടൂല്ല, തെറിക്കൂല്ല, എന്ത് ചെയ്താലും ഒരു കുഴപ്പം പറ്റൂല എന്ന് ഹുങ്ക് പറഞ്ഞിട്ടുണ്ടാക്കിയൊരു കപ്പലുണ്ടായിരുന്നല്ലോ, ടൈറ്റാനിക്. എന്താ അവസ്ഥ? എടാ പോയി. ഇപ്പൊ പഠിച്ചോ ഔ യൂബിക്കുഹുന്ന നല്ല പറഞ്ഞു. വേണ്ടി വന്ന അല്ല അത് മുക്കും ചെയ്യും. വേണ്ട വേണ്ട എന്ന് വെക്കാണ്. വേണ്ടി വന്നാ ഞാൻ ഇതിനെ മുക്കും. അപ്പൊ ഈ ഫിസിക്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഫിസിക്സും കെമിസ്ട്രി ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ ആകെ കൂടെ അവിടെ ഉണ്ടാവും എന്താ അറിയ, ഒരു നിലവിളി മാത്ര. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ തദഉൽ യൗമ സുബൂറൻ വാഹിദാ വദഉ സുബൂറൻ കസീറാ എന്ന് നരകത്തിൽ പോകുന്ന ആളുകളുടെ നിലവിളിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു കരച്ചിലായിട്ട് കരഞ്ഞ് നിർത്തണ്ട, കരഞ്ഞോളി, ഇത്രയെന്ന് കരഞ്ഞോളി, ഒരു രക്ഷയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. കുല്ലു മൻ അലൈഹാ ഫാനിൻ എന്നാ വായിക്കുക. ഫാൻ എന്ന് വായിക്കുമ്പോൾ ഇത് ഫാൻ എന്ന് വായിക്കണ്ട. ഫാനിൻ, ഫനാ യഫ്നി ഫാനിൻ ഫനാ എന്ന് പറഞ്ഞ നാശം, നശിക്കുക എന്നാണ്. കുല്ലുമൻ അലൈഹ, ഭൂമി ഇങ്ങനെയൊക്കെയാണ്. ഇതിനു മുകളിൽ അതിന്റെ ഇതിന്റെ ഒപ്പം കടലുണ്ട്, അവിടെ കപ്പലുണ്ട്, അതൊക്കെ സംഭവം ശരിയാണ്. ഇതിന്റെ അടിയിൽ മുത്തുണ്ട്, പവിഴുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ കുല്ലുമൻ അലൈഹ, ഇതിനു മുകളിൽ ജീവനുള്ളതുണ്ടോ അതെല്ലാം ഫാനിൻ, നശിക്കും. ഓതാനുള്ള സുഖത്തിൽ നമ്മൾ കുല്ലുമൻ അലൈഹ ഫാൻ എന്ന് ഓതുകയാണ്. ഫാനിൻ എന്നാണ്, നശിക്കും. അതിന് ആയത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ജീവനുണ്ടോ മരണമില്ല, ഉറപ്പല്ലേ? ഇവിടെ അല്ല, ഒരു സാധനത്തിന് നിലവിലുള്ള ബയോളജി പഠനം എന്താ അറിയോ? ഒരു വസ്തു അത് രൂപപ്പെട്ട് വരുമ്പോൾ തന്നെ അത് എത്ര കാലം ഇവിടെ നിലനിൽക്കണമെന്ന് അതിൽ കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അത് നശിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഫങ്ഷനിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ടൈം കഴിഞ്ഞാൽ അത് പോകുന്നർത്ഥം അല്ലേ? ലായസീറൂന സാഴത്തൻ വലായസ്തഖദിമൂൻ. അങ്ങോട്ടും ഉണ്ടാവില്ല, ഇങ്ങോട്ടും ഉണ്ടാവില്ല, സെക്കൻഡ് പോലും ഉണ്ടാവില്ല, മൊത്തം പോകും. ഉറപ്പല്ലേ? 150 കൊല്ലാണല്ലോ ഒരു മരത്തിന്റെ ശരാശരി ആയുസ്.
എത്ര മരണ്ട് 150 കൊല്ലം എന്നൊക്കെ? എത്ര കൊല്ലണ്ട്? 30 വയസ്സാണ് ഒരാടിന്റെ ആയുസ്. ലോകത്ത് എവിടെയെങ്കിലും തിരഞ്ഞാൽ 30 വയസ്സുള്ള ആടിനെ കിട്ടാമോ? ഇല്ല. 120 വയസ്സാണ് മനുഷ്യന്റെ ആയുസ് പരമാവധി. 10, 103, 110 ആയപ്പോഴത്തേക്ക് ലോകം കൊണ്ടാടുന്നു. ആ ഒന്നേ ഉള്ളൂ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അപ്പോ നമ്മളൊക്കെ പോകേണ്ടത് എപ്പോഴാന്ന് വന്നന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വരുന്നതിന്റെ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിധിയുടെ ഭാഗമായി വിശ്വസിക്കുന്നവനാ മുഅ്മിൻ. അങ്ങനല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾക്കുള്ള ജീവൻ കൊണ്ടുവരുമ്പോൾ റൂഹ് വെക്കുന്ന മലക്ക് റൂഹ് വെക്കുന്നതിന് മുമ്പ് അതിന് എഴുതി വെച്ചു അതെന്ന് മരിക്കണം എന്ന് നാം. അതിന്റെ സയന്റിഫിക്കൽ ഭാഷയാണ് ഏത്? അത് നശിക്കാനുള്ള ഫങ്ഷനിങ്ങും അവിടെ തന്നെയുണ്ട്. അത് നശിക്കുമെന്നത് അതിന്റെ സയൻസാണ്. പക്ഷേ നമ്മൾ സയൻസിന്റെ ആളുകളല്ല, നമ്മൾ ഈമാനിന്റെ ആളുകളാണ്. പിന്നെയാണ് സയൻസ് വരുന്നത്, അല്ലേ? സയൻസ് വരുന്നത് പടച്ച തമ്പുരാൻ ഭൂമിയിൽ സംവിധാനിച്ചു വെച്ച കാര്യങ്ങൾ മനുഷ്യൻ അള്ളാഹു നൽകിയ അറിവും കഴിവും വിപുലമാകുന്നതിനനുസരിച്ച് അവർ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് അതെന്താവുന്നത്? സയൻസ് എന്ന പേരിലാവുന്നത്. അത് ഇന്നലെ പറഞ്ഞതിന് മാറ്റം വരാം, ഇന്ന് പുതിയ കണ്ടെത്തൽ വരാം. പക്ഷെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നതിന് അത് പൂർണ്ണതയായിരിക്കും, പൂർണ്ണമാണത്. അതിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമായിരുന്നു, ഒരു അന്തസ്സായിരുന്നു, ധൈര്യമായിരുന്നു എന്ന് പറയേണ്ട ദുരവസ്ഥ ലോകത്ത് മുസ്ലിമീങ്ങൾക്കില്ല, ഇല്ല. അപ്പൊ അതുകൊണ്ട് കുല്ലുമൻ അലൈഹ എല്ലാവരും മൻ എന്ന് പറഞ്ഞ ജീവനുള്ളവർക്ക് ഉപയോഗിക്കാം. ജീവനുള്ളവയ്ക്കാണ് മൻ എന്ന് പറയുക. കുല്ലു മൻ അലൈഹ, ഭൂമിക്ക് മുകളിൽ ജീവനുള്ളതെല്ലാം. മരങ്ങൾക്ക് ജീവനുണ്ട് എന്നാ പറഞ്ഞു. പുല്ലിനും സസ്യലതാദികൾക്ക് ഒരു ബംഗാളി ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ് അത് കണ്ടെത്തിയത്. അപ്പൊ നമുക്ക് തുടങ്ങാം, അല്ലേ? ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ വനമഹോത്സവ എന്ന് പറഞ്ഞിട്ടൊരു പാഠമുണ്ട്. അപ്പൊ അതില് ഒരു പാരഗ്രാഫ്, വൃക്ഷങ്ങൾക്കും ചെടികൾക്കുമൊക്കെ ജീവനുണ്ട്, അവയൊക്കെ സന്തോഷവും വേദനയും അനുഭവിക്കുന്നുണ്ടെന്ന് ബംഗാളി ശാസ്ത്രജ്ഞനായ JC ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ്. JC ബോസ് claimed that the trees had feel pleasure and pain എന്നാ വാക്ക്. കൃഷ്ണകുട്ടി ഭാഷ അടികൊണ്ട് പഠിച്ചതാണ്. 10ാം ക്ലാസ് പരീക്ഷ തന്നെ അടിച്ച് പഠിപ്പിച്ചാണ്, അവിടെ മറക്കാത്തത്. ഇപ്പോ സസ്യലതാദികൾക്ക് വൃക്ഷലതാദികൾക്ക് സന്തോഷവും സങ്കടവും അനുഭവിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ പിന്നെ കുല്ലുമൻ അലൈഹ ഫാൻ എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താ? ഒന്നുമില്ല, അല്ലേ? എല്ലാം നശിക്കും. ജീവനില്ലാത്തവയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് താഹയിൽ പറയുന്നുണ്ട്, വയസ്അലൂനക ജിബാൽ, അവയെന്താകും? പിന്നെ ബാക്കിയുള്ള മലകളാണ്, അവയെന്താകും? ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫൻ ഫയദറുഹാ ഖാഅൻ സഫ്സഫാന, അതിന്റെ റബ്ബ് പൊടിച്ച് പറത്തും. ഫറാസിൽ മൗസൂദി വതഖൂൽ ജിബാലു കൽഅഹ്നിൽ മംഫൂസ്, അല്ലേ? പൂമ്പാറ്റച്ചിറക് പൊടിഞ്ഞു ഊതിയാൽ പറക്കുന്നത് പോലെയാകും. അതിനെ സറാബാക്കി മാറ്റും, എന്ന മരീചികയാക്കി ധൂളികളാക്കി മാറ്റും. കുല്ലു മൻ അലൈഹ ഫാൻ. പിന്നെ ബാക്കിയുള്ളത് സമുദ്രങ്ങളാണ്. എന്താ പറയാനുള്ളത്? വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, അത് പൊട്ടിപ്പിളർന്ന് കരകവിഞ്ഞൊഴുകും. ഒഴുകിയാൽ വൈദൽ ബിഹാറു സുജ്ജിറത്ത്, കത്തിത്തീരും. അങ്ങനെയല്ലേ? വെള്ളം എന്താ? ഹൈഡ്രജനും ഓക്സിജനും. ഇപ്പത്തെ ഘടനയാണ് തെറ്റിയാൽ എന്താകും? ഹൈഡ്രജൻ വേറെ ആവും, ഓക്സിജൻ വേറെ ആവും. അപ്പൊ എന്താ ഉണ്ടാവുക?
നമ്മൾ പഠിച്ചതാണേ. എന്തുണ്ടാവുക? ഹൈഡ്രജൻ നിന്ന് കത്തുന്ന സാധന, സ്വയം നിന്ന് കത്തുന്ന സാധനം. ഓക്സിജനോ കത്താൻ സഹായിക്കുന്ന സാധനം. പിന്നെന്താ ഇവിടെ ഉണ്ടാവുക? പിന്നെ ഇവിടെ എന്തുണ്ടാവും? കുല്ലുമൻ അലൈഹാ ഫാൻ. കൂട്ടിവെച്ച് വായിച്ചാൽ മതി. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂട്ടിവെച്ച് വായിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തി പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടും. ഇപ്പൊ പുതിയ ശാസ്ത്രകാരന്മാർ പറയുന്നത് ഈ കോലത്തിൽ പോവാന്ന് വെച്ചാൽ ഇനി സൂര്യൻ 50 കൊല്ലത്തിലപ്പുറം ഇനി സൂര്യൻ നിൽക്കൂല എന്നാണ്. അത് കത്തിത്തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോ 50 കൊല്ലം അവർ പറയേണ്ടത് എന്നേലും ഒരു ദിവസം പൊളി എന്നുള്ള പറഞ്ഞില്ലോ, ശബ്സു കുവ്വിറത്ത് അല്ലേ? ഇതിന് പ്രഭ നശിച്ചത് ചുരുട്ടിക്കൂട്ടപ്പെടുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞില്ലേ? ഭൂമി ഇടിച്ച് പൊടിയാക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോ സംഗതി ഇപ്പൊ തന്നെ നമുക്കറിയാലോ. ഇതിന്റെ 20 കിലോമീറ്റർ താഴെ 20,000 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവയാണുള്ളത് നമുക്കറിയാം അല്ലേ? ഒരു അതിശക്തമായ ഭൂകമ്പമുണ്ടായി ഇതിന്റെ നിലവിലുള്ള ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേറ്റാണ് മാറിപ്പോയാൽ ഈ സാധനമാണ് മേലേക്ക് വരാനുള്ളത്. ഏത്? 20,000 ഡിഗ്രി തിളച്ചു മറിയുന്ന ലാവ. നമ്മളിപ്പോ തിളപ്പിച്ചുണ്ടാക്കുന്ന വെള്ളത്തിന്റെ മാക്സിമം പവർ എത്രയാണ് നമ്മുടെ പെരിയിൽ? 100 അല്ലേ? മാക്സിമം കഞ്ഞിക്ക് തിളപ്പിക്കുന്ന വെള്ളത്തിന്റെ തിളച്ചു മറിയുമ്പോൾ അതിന്റെ പവർ 100 ഡിഗ്രി. അത് 20,000 ഡിഗ്രിയിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കുല്ലുമൻ അലൈഹാ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പരമ കാരുണികനായ മഹാനായ മഹത്വത്തിന്റെയും മാന്യതയുടെയും ഉടയവനായ റബ്ബിന്റെ മുഖം എന്ന് പറഞ്ഞാൽ റബ്ബ് മാത്രം ബാക്കിയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഒരു കാഹളമുത്ത് വന്നാൽ ഇതിന് മുകളിലുള്ള മൊത്തം ആളുകൾ പോകും. ثم نفخ فيه أخرى فإذا هم قيام ينظرون. ഒരു ഊത്തും കൂടെ ഉണ്ടാകും. അന്ന് എല്ലാവരും കൂടെ എഴുന്നേറ്റ് വരികയും ചെയ്യും. എത്ര ലളിതമായിട്ടാ പറഞ്ഞോക്കാണ്. ഇതിനൊക്കെ കൂടെ ഇവിടുന്നാണ് പറഞ്ഞേക്കാൻ ഒരു ഊത്ത് മതി. ഒക്കെ കൂടെ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കാനും ഒരു ഊത്ത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി നിങ്ങൾ എന്താണ് ചിരിക്കുന്നത് കാണാനില്ലല്ലോ, അപൂർവമായിട്ടല്ലേ ചിരിക്കുന്നത് കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ സന്തോഷിക്കും. സാഹിബുൽ ഹൗത്തി എന്നാണ് തുടങ്ങിയ നബി. സാഹിബു സൂരി ഊതാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അയാളിങ്ങനെ കവളിങ്ങനെ നിവർത്തി വിടർത്തി പിടിച്ചിട്ട് കണ്ണിങ്ങനെ തുറപ്പിച്ച് നെറ്റിങ്ങനെ ചുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. ഉമർ ഊതാനുള്ള കൽപ്പന എപ്പോഴാ വരാന്ന് നോക്കിങ്ങനെ ഇരിക്കല്ലേ. പിന്നെ ഞാൻ എങ്ങനെ ചിരിക്കും ജനങ്ങളെ? അതാണ് അവസ്ഥ. അതാ മോമിനിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഊത്ത് ഒരു പക്ഷേ നമ്മുടെ റൂഹനെ മാത്രം പിടിക്കാനുള്ള ഊത്തായിക്കോളാം ആവാം, എപ്പോഴും ആവാം. തയ്യാറാവില്ല നിങ്ങളെ പണി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. പറഞ്ഞു കേൾപ്പിക്കാൻ നേരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. യസ്അലുഹു നബി തങ്ങളെ അങ്ങോട് അവർ ചോദിക്കുന്നു. ആര് ചോദിക്കുന്നു? മൻ ഫിസ്സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള മുഴുവൻ ആളുകളും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ത്? അള്ളാഹുവിന് ഇപ്പം എന്താ പണി? ആകാശം ഉണ്ടാക്കി, ഭൂമി ഉണ്ടാക്കി, അതിനിടയിലുള്ള മാബൈനഹുമ ഉണ്ടാക്കി, അങ്ങനെയല്ലോ അല്ലേ? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാബൈനഹുമ.
ആകാശം ഉണ്ടാക്കി അവിടെ സംവിധാനങ്ങളൊക്കെ വെച്ച്, ഭൂമി ഉണ്ടാക്കി അതിന് സംവിധാനങ്ങളൊക്കെ വെച്ചു, ഇതിന്റെ മാബൈനഹുമ അതിന്റെ ഇടയിലുള്ളതൊക്കെ സംവിധാനിച്ച് വെച്ച്, ഭൂമിക്കടിയിലുള്ള സംവിധാനങ്ങൾ വെച്ചു. ഇനി എന്താ പണി? അതൊരു പ്രത്യേക ആവശ്യത്തിന് ചോദിച്ചതാണ്. എന്താ അറിയോ? യഹോവ 6 ദിവസം സൃഷ്ടിപ്പിന്റെ തിരക്കിലായിരുന്നു, 7-ാം നാൾ വിശ്രമിക്കുന്നു എന്നാണ് ഒരു വിശ്വാസം. ആ വിശ്വാസം ഞായറാഴ്ചക്കാരാക്കിയിട്ട് ഒരു വിഭാഗം കൊണ്ട് നടക്കുന്നത്. അത് ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ട് വേറെ സെബത്തിലാന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം കൊണ്ട് നടക്കുന്നത്. അവരാണ് ഈ ചോദ്യത്തിന്റെ പിന്നിൽ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. അള്ളാഹു വിശ്രമിച്ച ദിവസം എന്ന്. ഈമാൻ നമ്മുടെ മുഅ്മിനീങ്ങളുടെ വിശ്വാസം എന്താ? ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലേ? ഉറക്കം പോയിട്ട് മയക്കം പോലുമില്ല അള്ളാഹുവിന്. കഴിഞ്ഞില്ല. സൂറത്ത് കാഫ് ഒന്ന് വായിച്ചു നോക്കാണ്. വമാ മസ്സനാ ബില്ലൂബ്. എനിക്കൊരു ക്ഷീണവും ഉണ്ടായിട്ടില്ല പ്രപഞ്ച സംവിധാനിച്ചപ്പോൾ. അല്ലെങ്ങാനും ഒരു ദിവസം ഉറങ്ങിയാൽ നമ്മളെ മുദബ്ബിറുൽ ഉറങ്ങണില്ല എന്നാണല്ലോ പറഞ്ഞ്. മുദബ്ബിറുൽ ഉറങ്ങിയാൽ ആകെ കൂടെ ഇവിടെ നസി കുസിയാവും എന്നാ പറഞ്ഞു. ആര്? മുദബ്ബിറുൽ ആൾക്കാര്. അപ്പൊ ഈ നസി കുസിയായതൊക്കെ മൂപ്പര് ഉറങ്ങിയിട്ടേക്കാറല്ലേ? വിമാനങ്ങൾ കൂട്ടിമുട്ടണ്, ഒരുത്തം കൊണ്ടുപോയിട്ട് വിമാനത്തിനെ കൊണ്ടുപോയിട്ട് മറിച്ചിട്ട് പൊട്ടിച്ചിട്ട് മുഴുവൻ ആളുകളെ കൊല്ലണ്, അല്ലെ? കപ്പലുകളും മറിയുന്നു, വാഹനങ്ങൾ കൂട്ടിമുട്ടണ്. മുദബ്ബിറുൽ ഉറക്കത്തില. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. അവിടെയാണ് ഇസ്ലാം മാറി നിൽക്കുന്നത്. സവാഉൻ അലൈഹി അല്ല പറയാ, അള്ളാഹ്ക്ക് തുല്യാണ്. ഏത്? രാവും പകലും, രഹസ്യവും പരസ്യവും, നട്ടപ്പാതിരാക്ക് ഇരുട്ടത്ത് ചെയ്യുന്നതും പട്ടാപ്പകൽ പട്ടുച്ചക്ക് അങ്ങാടി മധ്യത്തിൽ ചെയ്യുന്നതും അള്ളാഹ്ക്കൊന്ന. അതെല്ലാം അവൻ ഒരേപോലെ കേൾക്കും. എന്നും കേൾക്കും, എപ്പോഴും കേൾക്കും, എപ്പോഴും അറിയും, എപ്പോഴും അവന് കൈകാര്യം ചെയ്യാനും കഴിയും. അതാണ് ആരുടെ വിശ്വാസം? മുസൽമാന്റെ വിശ്വാസം. ആ കഴിവും ആ പഴിപ്പിന്റെ ആ കഴിവും ആ ഒരു ശക്തിയുമുള്ള വേറെ ഒരു പടപ്പും ഇല്ല. ഉണ്ട് എന്ന് വന്നാൽ അതിന്റെ പേരാണ് ശിർക്ക്. ഉണ്ടാകാമെന്ന വിശ്വാസവും ശിർക്കാണ്. ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യുൻ മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറാ. അവനൊരു ഇണയില്ല, അതിന്റെ ആവശ്യമില്ല. മക്കളും വേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ട് അതിനൊരു സഹായിയുടെ ആവശ്യവുമില്ല. അതാണ് അല്ലാഹു. അപ്പൊ വകബ്ബിർഹു തക്ബീറാ, നിങ്ങൾ അവന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടേയിരിക്കൂ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ആശയമാണ് കിട്ടേണ്ടത്. നിസ്കാരം പണ്ട് തുടങ്ങിയ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയണത്. ഇപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അറിയാന്നല്ലാതെ നമ്മക്ക് പോലും അറിയാത്തൊരു മട്ടിലാണ് ഇപ്പോ നിസ്കാരത്തിലും തെക്കുബീർ കെട്ടലും അങ്ങോട്ട് റുക്കോല് കോല് ഒക്കെ അങ്ങോട്ട് വരലും ഒക്കെ. അതങ്ങനെ അങ്ങനെ 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് ഒരു ചിന്തയില്ല. പിന്നെ മരം കയറ്റുമ്പോൾ ലായിലായില്ലല്ലാ എന്ന് പറയുന്നത്, ഉമ്മ കുട്ടീനെ ഉറക്കുമ്പോൾ ലായിലായില്ലല്ലാ എന്ന് പറയുന്നത്. ഒരു പിടുത്തമില്ല അതിന്റെ ഗമ എന്താണ്, ഇതിന്റെ ഗരിമ എന്താണ്, ഗൗരവം എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമൂഹത്തിന്. എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ അള്ളാഹുവോളം വലുപ്പമുള്ളതായി ഞാനുമില്ല, മറ്റൊന്നുമില്ല. അള്ളാഹുവിന്റെ അത്രയും എനിക്ക് ആദരിക്കേണ്ടുന്ന, ബഹുമാനിക്കേണ്ടുന്ന, ഭയപ്പെടേണ്ടുന്ന യാതൊന്നുമില്ല. എന്റെ ഒരു തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളും അള്ളാഹുവിലേക്കല്ലാതെ വേറെ യാതൊന്നിലേക്കും പോകില്ല. കാരണം അല്ലാഹു അക്ബർ. അതാണ് നിസ്കരിക്കാതെ എല്ലാ ദുനിയാ ചിന്തകളിൽ നിന്നും മാറി അല്ലാഹു അക്ബർ. ഇനി ഇവിടെ ആരുമില്ല, ഇനി ഞാനുണ്ട്, റബ്ബും മാത്രമുള്ളൂ. ആ പാവട്ടോ, ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവില്ല.
ഉം. ഇല്ല. ഇമാമിന്റെ ഓത്തിന്റെ രസം നോക്കാൻ കുറെ ആൾക്കാർ, അതിൽ തെറ്റ് നോക്കാൻ കുറെ ആൾക്കാർ, അല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണമെന്നൊക്കെ തെക്കുവീർ കെട്ടിയത് ശരിയാണോ നോക്കാൻ വേറെ കുറെ ആൾക്കാർ, മാറാലൊക്കെ റെഡിയായിട്ട് തട്ടിക്കണമെന്ന് നോക്കാൻ കമ്മിറ്റിക്കാർ, അല്ലേ? ദുനിയാ കാര്യങ്ങൾ എന്തൊക്കെ ഇനി ചെയ്യാനുണ്ട് എന്ന് അടുക്കി പൊറുക്കി വെക്കാൻ കിട്ടുന്ന ഒഴിഞ്ഞ സമയമാണ് നിസ്കാരം നീക്കണമാതിരി ചെയ്യണ കുറച്ച് ആൾക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞല്ലോ, ഒരു ജമാഅത്ത് നമസ്കാരത്തിൽ അതിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടുന്നവരുണ്ടാകും, ഒരു നയാ പൈസയുടെ കൂലിയൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു അക്ബറിന്റെ വലുപ്പത്തിനും മനസ്സിൽ അതുണ്ടാക്കുന്ന ഓളങ്ങൾക്കും അത് ഉണ്ടാക്കുന്ന സ്വാധീനത്തിനും അനുസരിച്ചാണ് നമ്മളുടെ ഇബാദത്തുകളുടെയും ജീവിതത്തിൻ്റെയും ക്രമം തീരുമാനിക്കപ്പെടുക, അതിന് പ്രതിഫലം തീരുമാനിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടി വിശ്വാസ മേഖലയിലേക്ക് കൊണ്ടുപോയി ഒന്നുകൂടെ ഒന്ന് വികസിപ്പിക്കേണ്ടതുണ്ട്, ആയത്ത് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.